17 വർഷമായി IPL കളിച്ച് കപ്പിന് വരാൻ കോപ്പ് കൊണ്ട് ക്ലബ്ബിൽ വെച്ചുകൊണ്ടിരുന്ന RCBക്ക് ഒത്ത എതിരാളി 85 കോലി എടുത്തിട്ട് 8.5 കോടി നേടി ബോക്സ് ഓഫീസ് തറചക്ര വെടിയായി മാറിയ സുരേന്ദ്രൻ പണ്ണിയ കമ്പിത്തിരി പേക്കൂത്ത് വെടല കോമാളിത്തരം ഏജന്റ്. ഈ പടത്തിൽ നക്ഷത്രം ഇട്ടിരിക്കുന്നത് ഛായ അക്കിനേനിയുടെ പടി അനിയൻ അഖിൽ അക്കിനേനി, സഹനടനായി നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കായി. ഇതാരുടെ കാഞ്ചനമാലയുടെ മൊയ്തീന. വാണം പോലത്തെ ഒരു മിസൈലും വിട്ടുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഡയറക്ടർ ആളൊരു ഇല്ലൂമിനാട്ടി തന്നെ. ഈ പടത്തിൽ മെയിൻ ആയിട്ട് 3 പേരാണുള്ളത്: ഏജന്റ്, ഗോഡ്, ഡെവിൾ. ഇല്ലം വിട്ട വാണം കൊടവെച്ച് തടുത്തുകൊണ്ടുവരുന്ന നായകനെയാണ് ഈ കാണുന്നത്. വന്ന് മിസൈലിനൊന്നും ഒരു വിലയില്ലേടെ. അങ്ങനെ ഒന്ന് കണ്ണു തുറക്കുമ്പോഴാണ് അറിയുന്നത് കണ്ടത് വെറും കോപ്പിലെ സ്വപ്നമായിരുന്നു. റോയിൽ അംഗമാവാൻ വേണ്ടി ഇരുട്ട വെളുക്ക് കമന്നും നിവർന്നും കുനിഞ്ഞും കിടന്ന് പണിയെടുക്കുന്ന നായകൻ പഠിച്ച പണി 18ഉം അതിന്റെ കൂടി ഒരു 9 എണ്ണം കൂടി കൈ നീട്ടിട്ട് കൂടി റിജക്ട് ആയി പോകുന്നു. അങ്ങനെ നിവർത്തിയിട്ട ആശ റോയുടെ ഫയർവാൾ കയറി അങ്ങ് ഹാക്ക് ചെയ്യുന്നു. അണ്ണന്റെ സെറ്റപ്പ് ഒക്കെ നോക്കിയാണ്ടേ ചവറ കൂട്ടിയിട്ടിരിക്കുന്ന ഗ്യാരേജ് റെന്റിനെടുത്ത് ഗെയിമിംഗ് സെറ്റപ്പ് പോലും ആക്കി കുറെ ആക്രി കളിപ്പാട്ടങ്ങളും എടുത്ത് നിരത്തി വെച്ചാണ് സീക്രട്ട് മിഷന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. പിന്നെ അവന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്കേണ്ട പിസ്റ്റള്, വെണ്ടയ്ക്കേണ്ട ബുള്ളറ്റ്, പടവലം കണ്ടാത് AK-47, ചുവല കണ്ട പച്ച, പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജില്ലേ. റോ തലക്ക് പിടിച്ചത് കൊണ്ടാണ് കേട്ടാ. ഉള്ളാമുട്ടുമ്പോ കക്കൂസി കയറിയിട്ട് താഴോട്ട് നോക്കി ആ സാമാനത്തിനെ എന്തിനായിട്ട് വിചാരിക്കുമെന്തോ. അങ്ങനെ ആ പടവലം എടുത്ത് പൊട്ടിക്കണ സമയത്താണ് മീനോ റോയിൽ പോയി ഇന്റർവ്യൂ ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഊമ്പിയതിന്റെ വാശിയിൽ റോയ്ക്ക് തന്നെ പണിയെടുക്കുന്നവനെ പൊക്കാൻ കേരളം മെഗാസ്റ്റാർ അങ്ങോട്ട് കയറി വന്നതും ആശാന്റെ സെറ്റപ്പ് ഒക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസീവ് ആയി. ഗ്രേറ്റസ്റ്റ് ഡെവിൾ എന്നും പറഞ്ഞ് ഇക്കാസി അഭിനയിച്ച കുറെ പടത്തിലെ ഫോട്ടോ എടുത്ത് വെട്ടി ഒട്ടിച്ച് കളർ ലൈറ്റ് വിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചേക്കണം. ഇതെന്തോന്നടേ ഡെവിൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പടത്തിലെ കേരള മെഗാസ്റ്റാർ ഒരു പ്രത്യേകതയുണ്ട്. വഴിയിൽ കിടന്ന് ഉറങ്ങണവനെയൊക്കെ എണീപ്പിച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി പിരിയേറ്റി റോയിൽ കൊണ്ടുവന്നിട്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ അവനെ തന്നെ റോയ്ക്ക് എതിരാക്കി അവസാനം അവനെതിരെ തന്നെ പ്രവർത്തിക്കും. ഒരു പ്രത്യേക തരം കുത്തിക്കഴപ്പ്. അങ്ങനെ ഒരിക്കലും വില്ലന്മാരുടെ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഇന്ത്യൻ സോൾജേഴ്സ് അവിടെ വരുന്നെന്നറിഞ്ഞ് എന്തിനാടാ തൈരുകളെ ആളില്ലാത്തടത്തോട്ട് വെറുതെ ഉള്ള ഉണ്ട എല്ലാം കൂടെ വേസ്റ്റ് ആക്കണത്. അപ്പോഴാണ്ടാ അവന്മാരുടെ എണ്ണ ചവിട്ടി കുണ്ണേ കുത്തി തെക്ക് വടക്കാൻ നിരങ്ങി വരുന്നത്. ഇന്ന് കയറി എല്ലായിടത്തിനും ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് തീ പിടിക്കണ ഈ കാറിൽ കയറി ഡോറും അടച്ചങ്ങ് ഇരിപ്പുമായി. നമ്മുടെ ബ്ലാക്ക് പാന്തറിലെ മൈക്കിൾ ബി ജോർഡൻ ചെയ്യണമാണ്. അത് കഴിയുമ്പോ പൈലറ്റ് ആകണമെന്നുള്ള മോഹം അടവടല മൂഞ്ചിയ നായികയെ കാണുന്ന നായകൻ വിവരം അറിഞ്ഞപ്പോ ചോദിക്കാൻ വേണ്ടി ഇവിടോട്ട് ചെന്ന് കയറും. ഓണ പോക്കണ്ട നമ്മൾ വിചാരിക്കും ഓഹോ ഇപ്പൊ എല്ലാ എണ്ണത്തിനും എടുത്ത് കുനിച്ചിരുത്തി അടിക്കുന്നു. എന്നാൽ ഏത് എക്സ്റ്റന്റ് പോണ്ടി വന്നാലും തനിക്കിട്ട് ഉണ്ടാക്കി തരിഞ്ഞ യവന്തിന്റെ എന്റെ മുമ്പിൽ നിന്ന് വാണം അടിക്കുന്ന ആക്ഷൻ കാണിക്കണത്. അങ്ങനെ കണ്ണാപ്പിയുടെ കോണാത്തിലെ കണ്ണാപ്പി തരം കണ്ട് ഇംപ്രസ് ആയ കാന്താരി ഓഫർ ലെറ്റർ വലിച്ചേറി കളയുന്നു. അങ്ങനെ വീട്ടുകാരായിട്ട് പുറത്തിരുന്ന് ചില്ല് ചെയ്യുന്ന രാമകൃഷ്ണന്റെ ഫോണിലേക്ക് ഇക്കാസി വിളിച്ചു വരുത്തിയിട്ട് പ്രേമിക്കുന്ന പെണ്ണിനെ വിട്ട് കളഞ്ഞിട്ട് റോയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ വേറൊരു കഴപ്പ്. നല്ലപോലെ പൊക്കോണ്ടിരിക്കുന്നവരുടെ ദാമ്പത്യത്തിൽ കല്ലും മണ്ണും വാരിയിട്ടിട്ട് ആനന്ദം കൊള്ളുക. ഇത് തന്നെയാണ് ഇക്കാസി മുന്നത്തെ ശിഷ്യനോടും ചെയ്തത്. അത് കാരണമാണ് അവൻ ഇക്കാസിയോട് കലിപ്പ് തോന്നാൻ കാരണവും. ഇയാള് റോ ഏജന്റാ അതോല റഷീദിക്കാട് ഏജന്റാ? അങ്ങനെ വിശ്വസിച്ച് കൂടെ കൂട്ടിയവന്റെ മൂർത്താവിൽ നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് ബാക്കി എല്ലാണത്തിനെ മെഷീൻ കണ്ണ് വെച്ച് തൊളയിടുന്ന ഒരു സീനുണ്ട്. മിസ്റ്റർ ഒളിമ്പിയ അടിച്ച അർണോഡ് അടക്കം ഒരു കൈണ്ട് പൊക്കിയെടുത്ത ഈ തോക്ക് ഇവിടെ ആശാൻ വെറും പുഷ്പം പോലെ പൊക്കിയെടുക്കുകയാണ്. മഹാദേവൻ ഇക്കാസിയുടെ സ്വഭാവം അറിയാലോ. കുറച്ചു നാള് കൂടെ നിർത്തി അവസാനം ഒരു മിഷന് പറഞ്ഞിട്ട് കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ അവന്മാരെ രക്ഷപ്പെട്ട് വില്ലന്റെ കയ്യിൽ കിട്ടും. വില്ലൻ നീ വില്ലനാ അതാ അതിന്റെ ആശാന്റെ മാതിരി കുണ്ടനാ? അങ്ങനെ വില്ലന്റെ പഴയ കഥ കേട്ട രാമകൃഷ്ണൻ വില്ലന്റെ ഒപ്പം സ്വന്തം രാജ്യത്തെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങും. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ്. താണ്ട നിക്കണം ഇക്കാസി. ഇയാള് വെടിവെക്കണ അതാ വാണം വീഴണം. അത് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ്. ഇതെന്തോന്ന് പറയാ ഡയറക്ടർ ഇനി വല്ല മനോഹര മംഗളോദയത്തിന്റെ ഫാനാണ് എന്തോ. അങ്ങനെ മിഷനൊക്കെ സക്സസ് ആയി ഒരു ഐറ്റം ഡാൻസിനൊക്കെ ശേഷം അടുത്ത മിഷൻ. ആ മിഷൻ കഴിഞ്ഞപ്പോ വലിയ തന്തയെ കാണാൻ വേണ്ടി ചെടിച്ചട്ടിയുടെ പുറകിൽ നിന്നും തോക്കെടുത്തോണ്ട് വന്ന വില്ലൻ പുതിയ ശിഷ്യനെ വെച്ച് സ്വയം വെടിയാവണമെന്ന്. ആദ്യമൊന്നും അടിച്ചെങ്കിലും ഇനി കാലാകാലം വില്ലന് വേണ്ടി ലിവിംഗ് ടൂത്തർ കിട്ടുമെന്ന് വിചാരിച്ച് അളിയനൊന്നും നോക്കിയില്ല. തോക്കെടുത്തൊരൊറ്റ ഇതെന്തോന്നടേ കാൾ ഓഫ് ഡ്യൂട്ടിയിലെ ന്യൂ വിഷൻ സിറ്റി. അങ്ങനെ വില്ലൻ വെച്ച ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഏജന്റ് പറഞ്ഞപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാടാ ചക്കരേ എന്ന് പറഞ്ഞ വില്ലന്റെ കുറെ എക്സ് കുണ്ടന്മാരെ വെച്ച് ഏജന്റിനെ പണ്ണാൻ നോക്കുന്നു. കൂടെ നിന്ന് ഊമ്പിക്കുന്നോടാ പുണ്ടച്ചി എന്നും പറഞ്ഞ് ഏജന്റ് നേരെ പോയി എല്ലാണത്തിനെയും തീർത്ത് മെയിൻ വാണത്തിനെ കൊന്നിട്ട് ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ആ പ്രദേശത്തേക്ക് റോക്കറ്റ് വിട്ട റോ വിചാരിച്ച് കുണ്ടന്മാരുമായിട്ടുള്ള കുണ്ടക്കളിയിൽ ഏജന്റ് അണഞ്ഞു കാണുന്നു. പക്ഷെ അവിടെ കണ്ട് കെട്ടിക്കിടന്ന വെള്ളത്തിൽ ചാടിയോണ്ട് ഒന്നും പറ്റാതെ ആശാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരും. ഭയങ്കരം തന്നെ. റോക്കടിപ്പിച്ചാ ചാവൂല, വെടിവെച്ചാ ചാവൂല, എന്തിന് മിസൈൽ വിട്ടാലും ചാവൂല. വല്ലാത്ത ജാതി മൈരം തന്നെ. ഇതൊക്കെ എന്ത് ഗായ്സ്, വീഡിയോ കുറച്ച് ഡിലേ ആയി. ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോ ഗുഡ് നൈറ്റ്.